നമ്മുടെ ഷെയ്ൻ നിഗമിൻ്റെ ബെസ്റ്റ് സമയമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഇന്നൊരു പുതിയ പടത്തിൻ്റെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട മീഡിയ അല്ല ഈ പോസ്റ്റർ എടുത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇത്രയും വെറുപ്പ് ഒരു മനുഷ്യനോട്, ഒരു നടനോട് മലയാളികൾ കൊണ്ടുവന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലൊക്കെയാണ് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ പടത്തിൻ്റെ പുതിയൊരു പടത്തിൻ്റെ പേര് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞൊരു പടം. ഷെയ്ൻ നിഗത്തിൻ്റെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു എൽ ക്ലാസിക്കോ എന്നുള്ള രീതിയിൽ. ഏഷ്യാനെറ്റിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്ന വാർത്തയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായ അവസ്ഥയാണ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. മദ്രസക്കാരൻ്റെ വൻ വിജയത്തിന് ശേഷം ഷെയ്ൻ നിഗം വീണ്ടും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ആ ആക്കാണ് കേട്ടോ. എൽ ക്ലാസിക് അല്ല, എലിമെൻറ്റ് സുഡാപ്പിയാണ്, അതാണ് നല്ല പേര് എന്നുള്ള രീതിയിൽ വരുന്നു. അൽ ഖഞ്ചാൻ ആയിരുന്നു ഒന്നുകൂടെ നല്ലത് എന്നുള്ള പേര് വരുന്നു. നാവിൻ്റെ ഗുണം കൊണ്ട് ഭാവി ഇല്ലാതാക്കിയ വിഡ്ഡി എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും സുഡോ എന്നുള്ള രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ വന്ന് സകല ഹമാസ് പോരാളികളും മാളത്തിൽ നിന്നും പുറത്തു വന്ന സ്ഥിതിക്ക് ഹിക്കാക്ക് ഇനി അഭിനയിക്കാൻ ശ്രദ്ധിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റ് വരുന്നത്. അടുത്ത ഗുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അൽ ക്ലാസിക്കോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഭയങ്കര ഭീകരമായ രീതിയിലാണ്. ഇതിനകത്ത് ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ലാത്ത രീതിയിൽ ഭയങ്കര ഭീകരമായ നെഗറ്റീവ് കമൻറ്റാണ് ഈ ഏഷ്യാനെറ്റിൻ്റെ ആ പോസ്റ്റർ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സ് കൊടുത്തിരിക്കുന്നത്. പടം വേറെ ലെവലാകും എന്നൊരു പോസിറ്റീവ് കമൻറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾ അച്ചു എന്ന് പറയുന്നൊരു വ്യക്തി ഒരു പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ പല സിനിമകളിലെ അഭിനയം വളരെ നല്ലതാണ്. ഇവൻ്റെ ജീവിതത്തിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകളോട് സോറി എന്നുള്ള രീതിയിൽ ഒരാൾ കമൻറ്റ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സുഡാപ്പി എന്നാണോ ഉണ്ണിമുകുന്ദനെ കളിയാക്കിയത് ആണ് മുതൽ അവൻ ശരിക്കും UMFI എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സുഡാപ്പി എന്നുള്ള പേരിലൊക്കെയാണ് പുള്ളിക്കാരന് ഭയങ്കര ഭീകരമായ രീതിയിലുള്ള സൈബർ സ്പേസിലാണ് സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ എന്താകും എന്നുള്ളതാണ്. കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു പ്രൊഡ്യൂസറുമായിട്ട്. ആ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ വന്നതിന് ശേഷം ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ആ സംഭവം ഉണ്ടായത്. ആ സംഭവത്തിന് ശേഷം പിന്നെ ഈ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിനിടയ്ക്ക് ഉണ്ണിമുകുന്ദൻ്റെ സിനിമയുടെ കമ്പനിയുടെ പേര് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മദ്രാസുകാരൻ എന്ന് പറഞ്ഞ സിനിമ വന്നു. ആ സമയത്ത് തന്നെ ഈ മാർക്കോ എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേന് ആൾക്കാർ നല്ല രീതിയിൽ സംഭവം കയറി അങ്ങ് കത്തിച്ച് കളഞ്ഞായിരുന്നു. സംഭവം ഈ ഷെയ്ൻ നിഗമിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുമ്പം വാക്കുപയോഗിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വേറൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഷെയ്ൻ നിഗത്തിൻ്റെ പുതിയൊരു പടം, നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിൻ്റെ, അതും ജാനുവരി 22-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ആ പോസ്റ്റർ നിങ്ങൾ കണ്ടു കാണും. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ജിത്തു ജോസഫിന് കൂടെ ഒരു പടമൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ ഷെയ്ൻ ഒക്കെ നല്ല നടനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ അടുത്ത കാലത്ത് ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിയുടെ പ്രശ്നം പുള്ളി ഉപയോഗിക്കുന്ന ഭാഷയാണ്, പുള്ളിയുടെ ഒരു രീതി, അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ടുണ്ടാക്കുന്ന ഉടക്ക്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആർഡിക്സ് സിനിമയ്ക്കകത്ത് ഷെയ്ൻ നിഗമിൻ്റെ പോസ്റ്റർ നടുക്ക് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇഷ്യൂ ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പോൾ കയറി കൊണ്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പം തന്നെ ഈ ആൾക്കാരെയൊക്കെ അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വെറുപ്പിച്ച് കഴിഞ്ഞാൽ നടന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ ഒരു വളർച്ച മുരടിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഈ ജിത്തു ജോസഫിൻ്റെ ഈ സിനിമയുടെ പോസ്റ്ററിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി കഴിയും, അതിനകത്തും പോസിറ്റീവായിട്ടൊരു രീതിയിലൊരു കമൻ്റ് ഒന്നുമില്ല, ഫുള്ള് നെഗറ്റീവ്. ഞങ്ങൾ കാണില്ല എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത് ഗുദാഫി ഫ്രം ഇന്ത്യ അല്ലേ, ജിത്തുവിന് നല്ല സമയമാണ്, പടത്തിൻ്റെ പേര് UMFI, ഈ ജിത്തു ജോസഫിന് ബുദ്ധി നഷ്ടപ്പെട്ടോ, ചാൾസ് ശോഭരാജിൽ മാത്രം ഇത്രയും ധൈര്യം കാണുള്ളൂ, തേങ്ങ പത്തരച്ചാലും താളല്ലേ, ജിത്തു ജോസഫ് UMFI, പടം ആര് പിടിച്ചാലും എത്ര സൂപ്പർ ആണേലും ഇനി ആരുടെയൊക്കെ പടം കാണണം കാണണ്ട എന്ന് മലയാളിസും സ്വയം തീരുമാനിക്കും, ഇവൻ ഫീൽഡ് ഔട്ട്, സംവിധായകൻ മാർട്ടിൻ ജോസഫ് UMFI. ഇങ്ങനെ കമൻറ്റുകൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിലും വരാൻ നേരത്തെ അതൊക്കെ ഒരു ക്വാളിറ്റി എന്നുള്ള രീതിയിൽ വരും. ഇനി എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, ഷെയ്ൻ നിഗമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒട്ടും താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഷെയ്ൻ നിഗം നല്ലൊരു നടനാണ്, പുള്ളിക്കാരൻ്റെ സംസാരത്തിലൊരു പ്രശ്നമില്ല, പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യുക. നമ്മളൊരു നാട്ടിലൊരു ജീവിക്കാൻ നേരത്ത് നമ്മൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാരെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇവരൊക്കെ വർഷങ്ങളോളം ഈ ഷെയ്ൻ നിഗമിൻ്റെയൊക്കെ പ്രായത്തിലൊക്കെയാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിനിമയിലൊക്കെ വരുന്നത്. അവരൊക്കെ ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടറൊന്നും ഇപ്പോഴും പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഈ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചവരാണ്. അവർ സിനിമയിൽ അഭിനയിച്ചു, അവർ വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിക്ക് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമുള്ള ആളാണ് എന്ന് പറഞ്ഞൊന്നും മമ്മൂട്ടിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രശ്നമാണ്.
ഒരു ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ ഈ ഷൈനികവൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം ഷൈനികവന് നേരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ രീതിയിലുള്ള വിമർശനമാണ്, ആൾക്കാർക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിലുള്ള സമീപനത്തിലേക്ക് വരുന്നു. പുള്ളി പിന്നെ ഷൈനികൻ്റെ ഗാസ അതുപോലെ തന്നെ ഉള്ള ഹമാസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആൾക്കാർക്കിടയിൽ വലിയ രീതിയിലൊരു വിദ്വേഷം ഉണ്ടായി, വെറുപ്പുണ്ടായി എന്നുള്ളതാണ് ശരി. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് മലയാളികൾക്കുണ്ടായ ഒരു വെറുപ്പാണ് ഇപ്പോൾ സിനിമയിലേക്കും കാണുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കി ഒരു സിനിമ ഇടാക്കാൻ നേരത്ത് ഇതുപോലെ ഒരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നുള്ളത് ഇനി കണ്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഷൈനികവൻ്റെ കാര്യത്തിൽ ഷൈനികം എന്ന് പറയുന്ന നേരത്ത് മലയാള സിനിമയിൽ ഒന്നും അല്ല സത്യത്തിൽ, ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്കൊക്കെ അവരുടെ സ്പേസ് ഉണ്ടാക്കിയെടുത്തു മലയാള സിനിമയിലൊക്കെ. പക്ഷേ ഇപ്പോഴും ഏത് നിമിഷവും ഫീൽഡ് ഔട്ടായി പോകുന്ന ഒരു സ്പേസിൽ മാത്രമാണ് ഈ ഷൈനികവനെ പോലുള്ള ആൾക്കാരുള്ളത്. അപ്പം വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇൻ്റർവ്യൂവിനിടയ്ക്കൊക്കെ വിവരക്കേട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ നടന്മാർക്കും ബാധകമാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, ഇപ്പോൾ ഷൈനികമായാലും ഉണ്ണിമുകുന്ദനായാലും നമ്മൾ ജസ്റ്റ് ഇതിങ്ങി വിടുക എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി അവർ വന്നിട്ട് അവരുടേതായ സിനിമകളുമായിട്ടൊക്കെ ആയിട്ട് വരട്ടെ. ജിത്തു ജോസഫിൻ്റെ ഒരു പടമായിട്ട് ഷൈനികം വരുന്നുണ്ട്, നല്ല പടമാണെങ്കിൽ ആൾക്കാർ പോയി കാണട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇത് തുടക്കം കുറിച്ച് ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിലാണ്. ചുമ്മാ മാളികപ്പുറം പടം ഇറങ്ങാൻ നേരത്തെ ഭക്തിപ്പടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു. ചില അനാവശ്യമായിട്ട് ആൾക്കാരെയൊക്കെ കയറി ചൊറിയാൻ പോയി തിരിച്ച് പണി മേടിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ സിനിമ അഭിനയമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അനാവശ്യമായ രീതിയിൽ സംസാരിക്കാൻ, ആൾക്കാരെ കളിയാക്കാനും പോകാതിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഷൈനികം എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അല്ല എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യുന്നവർ പരിഗണിക്കുക.